എന്റെ ജീവിതം മാറ്റിമറിച്ചത് രാവണോത്ഭവമാണ്. രാവണന്റെ ഒരു 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന, അതിൽ 2 മണിക്കൂറും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു താളത്തിന്റെ 4 കാലങ്ങൾ, പതിഞ്ഞ കാലം മുതൽ ഏറ്റവും ദ്രുതഗതിയിലുള്ള കാലം വരെ വരികയും താൻ എങ്ങനെയാണ് വരങ്ങൾ മേടിച്ചത് എന്ന് പറയുന്ന രാവണന്റെ ഒരു അഹന്തയും, എന്താ പറയണ, ആ ഒരു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വിൽ പവർ, അല്ലെങ്കിൽ അത്രയും മനസാന്നിധ്യത്തോടു കൂടി കണ്ണു മിഴിച്ച് സൂര്യനെ നോക്കി തപസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പൊ അത് കഥയാണോ മിഥ്യയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മനസ്സിൽ അത് വലിയൊരു, എന്താ പറയണ, ഒരു ലക്ഷ്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരു 13 വയസ്സുകാരിയുടെ മനസ്സിൽ കയറിയ കമ്പം പ്രാബല്യത്തിലാക്കാൻ എനിക്ക് പറ്റിയത് ഒരു 33-ാമത്തെ വയസ്സിലാണ്. അതുവരെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ 13 വയസ്സിൽ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട്, ഇപ്പൊ സംസ്ഥാന യുവജനോത്സവത്തിന്റെ സമയത്ത് അതിനു വേണ്ടി അച്ഛൻ എന്നെ രാവണോത്ഭവത്തിന്റെ ഒരു ഭാഗം പഠിപ്പിക്കുകയാണ്, ഒരു പദം. അപ്പൊ ആ പദം പഠിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ എനിക്ക് ഇതിന്റെ കഥ മുഴുവൻ, അല്ലെങ്കിൽ ഈ കഥ മുഴുവൻ ഞാൻ, എന്താ പറയണ, ഇങ്ങനെ വെള്ളം കുടിക്കണ പോലെ കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെ അത്രയധികം രാമൂട്ടിരാശന്റെ ഉത്ഭവനാണ് ഞാൻ കണ്ടിട്ടുണ്ട്. കൂടെ വേഷം കെട്ടിയിട്ടുണ്ട്, കുംഭകർണൻ. കൊച്ചു വേഷമാണ്, പക്ഷെ മോഹം കൊണ്ട്, അശാനോട് കൂടെ കളിക്കാനുള്ള മോഹം കൊണ്ടൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കഥ എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഞാനെന്ന കലാകാരി അത്രയും കാലം ചെയ്തിരുന്നതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു സ്ത്രീ ആദ്യമായി ഈ ഒരു വേഷം അരങ്ങത്ത് അവതരിപ്പിച്ചതാണ് ആ 2007 കാലഘട്ടത്തിൽ. അപ്പൊ അത് എന്നെ അതിന് പ്രാപ്തയാക്കിയത് എൻ്റെ ഗുരുനാഥൻ കലാമണ്ഡലം ശ്രീകുമാരാശാനാണ്. അപ്പോഴേക്കും അച്ഛൻ മരിച്ചിരിക്കുന്നു.